ഗുരുവായൂരപ്പനെ ഭക്തന്റെ വേറിട്ട സമർപ്പണം. പൂജാപുഷ്പങ്ങൾക്കായി തെച്ചിപ്പൂങ്കാവനം ഒരുക്കി നൽകി. പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് ഗുരുവായൂർ ക്ഷേത്രഭൂമിയിൽ 2000-ലധികം തെച്ചിപ്പൂച്ചെടികൾ ഒരുക്കി മികവിന്റെ പുഷ്പ ഉദ്യാനം ഒരുക്കിയത്. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച ശേഷം ആദ്യ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ദേവസ്വം മെമ്പർമാരായ കെ.പി. വിശ്വനാഥൻ, മനോജ് ബി. നായർ, ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ, മലപ്പുറം ശാന്തിഗിരി മഠാധിപതി സ്വാമി മുക്തചിത്ത തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. സഹോദരി പുത്രൻ പ്രദീപ് കണ്ണന്റെ പിന്തുണയോടെയാണ് സുരേഷ് പുഷ്പ ഉദ്യാനം ഒരുക്കിയത്. കുടുംബത്തോടൊപ്പം എത്തിയാണ് ഐശ്വര്യ സുരേഷ് ഉദ്യാന സമർപ്പണം നടത്തിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തുന്ന ഭക്തർ പൊന്നും പണവും ഉപഹാരങ്ങളും ഉൾപ്പെടെ വഴിപാടായി നൽകുന്ന ഗുരുഭവനപുരിയിൽ സുരേഷ് നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി. ഇതിനു മുമ്പ് ശബരിമല, ചോറ്റാനിക്കര, തിരുനാവായ തുടങ്ങി പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാപുഷ്പങ്ങൾ ഒരുക്കാൻ തെച്ചിത്തോട്ടങ്ങൾ ഒരുക്കിയ ശേഷമാണ് ഡോക്ടർ ഐശ്വര്യ സുരേഷ് ഗുരുഭവനപുരിയിലും പൂജാപുഷ്പങ്ങൾക്കായി തോട്ടം ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രഭൂമിയിൽ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്ത് തെച്ചിത്തൈകൾ നട്ടുനനച്ച് പരിപാലിക്കാൻ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹൈബ്രിഡ് തെച്ചിത്തൈകളാണ് ഗുരുവായൂരിൽ എത്തിച്ചത്. ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് ഗുരുവായൂരപ്പന് വേണ്ടി പൂജാപുഷ്പങ്ങൾക്കായി ഒരു ഉദ്യാനം ഒരുക്കുക എന്നത്. താൻ ഒരുക്കിയ പുഷ്പങ്ങൾ അർച്ചനയായി ഇഷ്ടദേവന്റെ മുന്നിൽ നേരിട്ടെത്തുക എന്നത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണെന്നാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷിന്റെ ഭാഷ്യം.